സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിഗോവിന്ദ നമ്പൂതിരി, പുതുമനയില്ലം, കാഞ്ഞങ്ങാട്. എല്ലാവർക്കും ആസ്ട്രോ വൈഷ്ണവിലേക്ക് സ്വാഗതം. ഈ ഗുരുവായൂർ ഏകാദശിക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു പ്രസാദം എന്ന നിലയിൽ ഭഗവാന്റെ ഒരു കഥ ഞാനിതിലൂടെ പറയുകയാണ്. സൂര്യവംശജനും മഹാജ്ഞാനിയായിട്ടുള്ള നാഭാഗൻ്റെ പുത്രൻ അംബരീഷ മഹാരാജാവിൻ്റെ കഥയാണിത്. അദ്ദേഹം അയോധ്യയിലെ രാജാവാണ്. തികഞ്ഞൊരു വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വിഷ്ണുപ്രീതിക്ക് വേണ്ടിയിട്ട് ദ്വാദശി വ്രതം എടുക്കാൻ തുടങ്ങി. ദ്വാദശി വ്രതം എടുക്കുന്നത് ദശമിക്കും ദ്വാദശിയുടെ അന്നും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചു. ഏകാദശിക്ക് ശുദ്ധ ഉപവാസമായിട്ടാണ്. അപ്പോൾ ദ്വാദശിയായിട്ട് സാധുക്കൾക്ക് ദാനധർമാദികളൊക്കെ ചെയ്ത് പാരണ വിടണം. അങ്ങനെ 12 മാസം ചെയ്യുമ്പോൾ ഭഗവത് പ്രീതി നമുക്ക് ഉണ്ടാവും. അങ്ങനെ ആ വ്രതം അദ്ദേഹം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ഏകാദശിക്ക് യമുനാതീരത്തെ മധുവനത്തിൽ അദ്ദേഹം വ്രതം പാരണ വീട്ടാറായ സമയത്ത് അവിടത്തേക്ക് ദുർവാസാവ് മഹർഷി എത്തിച്ചേർന്നു. ഈ വ്രതം വീട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ, വീട്ടാനുള്ള സമയത്ത് സാധുക്കളുടെ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ വരവ് വളരെ ഉത്തമമാണ്. രാജാവ് വളരെ സന്തോഷവാനായി മഹർഷിയോട് ചെന്ന് പറഞ്ഞു, ഈ വ്രതം വീട്ടുമ്പോൾ അങ്ങ് ഇവിടുന്ന് ഭിക്ഷ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. മഹർഷി സമ്മതിച്ചു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് യമുനാതീരത്ത് പോയി കുളിച്ച് മധ്യാഹ്ന ക്രിയകളൊക്കെ കഴിഞ്ഞു വരണം. അത് കഴിയുമ്പോൾ ഞാൻ വന്ന് ഭിക്ഷ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ യമുനാതീരത്തേക്ക് പോയ മഹർഷി കുറേ നേരമായിട്ടും തിരിച്ചു വന്നില്ല. അങ്ങനെ പാരണ വീട്ടേണ്ട മുഹൂർത്തം ആവാറായി. അതായി, മഹർഷി എത്തിയില്ല. അംബരീഷനാകെ പ്രയാസമായി. വ്രതം മുടങ്ങിപ്പോവും, പാരണ സമയത്ത് വീട്ടിയില്ലെങ്കിൽ വ്രതം മുടങ്ങിപ്പോവും. അങ്ങനെ ദുഃഖിതനായുള്ള അദ്ദേഹം പെട്ടെന്ന് ഉടനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭഗവാനെ, വലിയ അദ്ദേഹം എത്തിയില്ലല്ലോ, എന്താ ഞാൻ ചെയ്യുക? അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ബ്രാഹ്മണർ എല്ലാവരും കൂടിയിട്ട് ഒരു പരിഹാരം പറഞ്ഞു. ആ പാരണ തുളസി തീർത്ഥം കുടിച്ച് വീട്ടാം. അപ്പോൾ ഭക്ഷണം കഴിച്ചു എന്നും ആവില്ല. അപ്പോൾ പാരണ വീട്ടി വ്രതം പൂർത്തീകരിച്ചു എന്നും ആവും. അതിനെ വേദത്തിനൊക്കെ ഉദ്ധരിച്ച് കുറേ പ്രമാണങ്ങളൊക്കെ ചൊല്ലി അവിടുത്തെ ബ്രാഹ്മണറും ഒക്കെ പറഞ്ഞപ്പോൾ രാജാവ് പാരണ വീട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി എത്തി. ഭിക്ഷ അവിടുന്ന് സ്വീകരിക്കുന്നതിന് മുമ്പ് പാരണ വീട്ടി എന്നറിഞ്ഞ ദുർവാസാവിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. ക്രോധകുലനായിട്ട് ആ അദ്ദേഹം ഉടനെ തൻ്റെ ജടയിൽ നിന്ന് തപശക്തി കൊണ്ട് ഒരു കൃത്യനെ ഉണ്ടാക്കി. രാജാവിനെ സംഹരിക്കാൻ വേണ്ടി ഓടി അങ്ങോട്ട്. എന്നാൽ വിഷ്ണുഭക്തനായ അദ്ദേഹത്തിന് ഒരു ചലനം ഉണ്ടായില്ല. അദ്ദേഹം തൊഴുകയോടുകൂടി മഹാവിഷ്ണുവിനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഉടനെ തൻ്റെ ഭക്തൻ്റെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ സുദർശന ചക്രത്തിനെ അങ്ങടയച്ചു. ആ സുദർശനം വന്ന് കൃത്യയെ ഭസ്മീകരിച്ച് ആ ദുർവാസാവിൻ്റെ നേരെ അങ്ങോട്ട് പോയി. ഭയന്ന ദുർവാസാവ് അവിടെ നിന്ന് ഓടിത്തുടങ്ങി. ഒരു സ്ഥലത്ത് ചെന്നാലും ഈ ലോകങ്ങൾ എവിടെയും സുദർശനത്തിനെ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ സുദർശനത്തിൻ്റെ വരവ് കണ്ട അതിൻ്റെ ശക്തി അറിയണ മഹർഷി ത്രൈലോകങ്ങളെല്ലാം ഓടി അവസാനം ബ്രഹ്മാവിനെ സമീപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഇവിടെ രക്ഷയൊന്നുമില്ല, അത് വിഷ്ണു ഭഗവാനെ തന്നെ സമീപിക്കണം. എന്നാൽ ഋഷി നേരെ വിഷ്ണുവിൻ്റെ അടുത്തേക്കല്ല, നേരെ കൈലാസത്തിലേക്ക് പോയി പരമേശ്വരൻ്റെ അടുത്തേക്ക് ചെന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം നേരെ വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭക്തന് അധീനനാണ്, ഭക്തനാണ് എല്ലാം. അതുകൊണ്ട് നിങ്ങൾ അംബരീഷൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. അപ്പോൾ ഉടനെ അംബരീഷൻ്റെ അടുത്തേക്ക് തന്നെ മഹർഷി ഓടിയെത്തി അവിടെ ക്ഷമ പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പോൾ ക്ഷമ പറഞ്ഞ ഉടനെ അംബരീഷൻ ആ സുദർശനത്തിനോട് പ്രാർത്ഥിച്ചു, മഹർഷിയെ ഉപദ്രവിക്കാതെ തിരിച്ചു പോകണം വൈകുണ്ഠത്തിലേക്ക്. അപ്പോൾ ഭക്തൻ്റെ വാക്ക് കേട്ട ആ സുദർശനം തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയി. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് സുദർശനം ചെന്നു. മഹർഷിക്ക് സന്തോഷമായി. അദ്ദേഹം മാപ്പൊക്കെ ക്ഷമയൊക്കെ പറഞ്ഞു. ആ അംബരീഷൻ്റെ ഭക്തി എത്രത്തോളം ഉണ്ടെന്ന് മഹർഷിക്ക് മനസ്സിലായി. ആ ഭിക്ഷയൊക്കെ സ്വീകരിച്ച് സന്തോഷമായി അദ്ദേഹത്തിന് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് മഹർഷി അവിടുന്ന് മടങ്ങിപ്പോയി. ഈ കഥയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഭഗവാനെ അകമൊഴിഞ്ഞ് ഭജിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. എന്തു തന്നെ ശക്തി നമ്മളെ പരാജയപ്പെടുത്താൻ വന്നാലും ഭഗവാൻ അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചു നിർത്തും. ആ പ്രളയകാലത്ത് ആലിലയിലിരുന്ന് ആ ഓടക്കുഴൽ വിളിക്കുന്ന കണ്ണനായിട്ടിരുന്ന ആ ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും സംരക്ഷിച്ചു നിർത്തും. കൂടാതെ ആരെയെങ്കിലും നമ്മൾ പ്രയാസപ്പെടുത്തിയാൽ അവിടെ തന്നെ നമ്മൾ ക്ഷമ പറയണം. അല്ലാതെ നമ്മൾ ദേവാലയങ്ങളിലൊക്കെ ചെന്ന് ഓരോരോ ദേവന്മാരെ നമ്മൾ ചെന്ന് ആശ്രയിച്ചാലും നമ്മളൊരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ മാപ്പ് പറയണമെന്നാണ്. അവിടെ തന്നെ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ ദേവാലയങ്ങളിൽ പോയി പരിഹാരങ്ങൾ ചെയ്യുക, ഭഗവാന് പായസമൊക്കെ കഴിക്കാം, ആരെങ്കിലും അപമാനിക്കുക, ആരെങ്കിലും സങ്കടപ്പെടുത്തുക, നമ്മളുടെ കഴിവ് നമുക്ക് ശക്തിയൊക്കെ ഉണ്ടാകുമ്പം ശക്തിയില്ലാത്തവനെ എന്ന് തോന്നിയിട്ട് അയാളെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയാളെ തന്നെ ക്ഷമ ചോദിക്കുക, അയാളെ തന്നെ സമീപിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ എവിടെ ചെന്നാലും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടില്ല. ഈ ഒരു കഥയും കൂടിയും ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കൂടാതെ ദുർവാസാവ് മഹർഷി ജ്ഞാനിയാണ്. ഈ ഭക്തനായിട്ടുള്ള ഈ അംബരീഷ മഹാരാജാവിൻ്റെ ചരിത്രം, ഈ ശക്തി ഭഗവാന്റെ പ്രീതി മറ്റുള്ളവരെ അറിയിക്കാനാണ് സത്യത്തിൽ ഈ കഥ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അദ്ദേഹം കാണിച്ചു തന്നു നമുക്ക്, ഇങ്ങനെയൊരു പ്രയാസം വന്നാൽ ബ്രഹ്മാവിനെയോ മഹാദേവനെയോ ഇനി വിഷ്ണുവിനെ തന്നെ ഭജിച്ചിട്ട് കാര്യമില്ല, ആ ഭക്തനെ തന്നെ നമ്മൾ ഭജിക്കണമെന്ന് കാണിക്കും. അല്ലെങ്കിൽ ആ ഭക്തൻ്റെ അവിടെ തന്നെ പോയി നമ്മൾ മാപ്പ് പറയണമെന്ന് നമുക്ക് ഈ ലോകത്തെ അദ്ദേഹം കാണിച്ചു തരികയാണ് ചെയ്തത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ കഥ ഒരു പാഠമായി ഉൾക്കൊണ്ട് വിഷ്ണു ഭഗവാനെ ഈ ഏകാദശിക്ക് നന്നായിട്ട് ഭജിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഏകാദശി ഒരു വർഷത്തിൽ 12 ഏകാദശി ഇടുക വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട്. സദാ നമ്മൾ രക്ഷയ്ക്കായി നിൽക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ദ്വാദശി വ്രതം എന്ന് വെച്ചാൽ 12 മാസവും ഏകാദശിയായിട്ട് വിഷ്ണുവിനെ ഭജിക്കുക. നമ്മുടെ ഏതൊരു പ്രയാസത്തിലും ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിൽക്കും. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ കഥ മറ്റുള്ളവർക്ക്, ഭഗവാന്റെ കഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഒരു ഭക്തിയാണ്. അപ്പോൾ അത് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഈ കഥ എത്തിക്കുക. ഗുരുവായൂരപ്പൻ്റെ ആ ശക്തി, ഗുരുവായൂരപ്പൻ്റെ ആ ഭക്തനോടുള്ള ആ കടാക്ഷം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.